ബിസിനസ്സിൽ തീരുമാനം എടുക്കുമ്പോൾ ഫാമിലിയുടെ ഇൻറ്റേർണൽ താല്പര്യങ്ങൾക്ക് ഒരിക്കലും പ്രോമിനൻസ് വരാൻ പാടില്ല. ആ ബിസിനസ്സിന് എന്ത് തീരുമാനമാണോ റൈറ്റ് തീരുമാനം അത് തന്നെ എടുക്കണം. സാറിൻ്റെ അഭിപ്രായത്തിൽ ഒരു ഫാമിലി ബിസിനസ് വിജയിക്കാൻ ബിസിനസ്സിൻ്റെ താല്പര്യങ്ങൾക്കാണോ പ്രാധാന്യം നൽകേണ്ടത്, അതോ ഫാമിലിയുടെ താല്പര്യങ്ങൾക്കാണോ പ്രാധാന്യം നൽകേണ്ടത്? ഇത് ശരിക്കും ഒരു ഭയങ്കര ട്രിക്കി ക്വസ്റ്റ്യനാണ്. അതിനൊരു സിംഗിൾ ആൻസർ ഇല്ല അക്കോർഡിംഗ് ടു മീ. ഇത് രണ്ടും നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയ മാതിരി തന്നെ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. രണ്ടുപേരെ ഇൻട്രസ്റ്റ് ടേക്ക് കയറി തന്നെ പോവുള്ളൂ. പക്ഷേ ബിസിനസ്സിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറയുകയാണ്, ബിസിനസ്സിൽ തീരുമാനം എടുക്കുമ്പോൾ ഫാമിലിയുടെ ഇൻറ്റേർണൽ താല്പര്യങ്ങൾക്ക് ഒരിക്കലും പ്രോമിനൻസ് വരാൻ പാടില്ല. ആ ബിസിനസ്സിന് എന്ത് തീരുമാനമാണോ റൈറ്റ് തീരുമാനം അത് തന്നെ എടുക്കണം. അല്ലാണ്ട് ബാക്കി ചില കാര്യങ്ങളിൽ ഫാമിലിയുടെ ചില സ്ട്രാറ്റജീസ്, നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, പല സ്ട്രാറ്റജീസ് ഉണ്ട് ഫാമിലിക്ക്. ബിസിനസ്സിന് ഒത്തിരി നല്ലതായിരിക്കാം ഒരു പരിധിയിൽ, അതൊരു പോളിസിയാണ്. ആ പോളിസി ഫാമിലിയുടെ ഇൻട്രസ്റ്റിൽ എടുക്കാൻ പറ്റുന്നില്ല, ഫാമിലി മെമ്പേഴ്സിന് ഇഷ്ടമല്ലെങ്കിൽ പലരും ബിസിനസ് ലോസ് വരുത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഫാമിലി ബിസിനസ്സിൽ നമുക്ക് ആ ഏരിയയിൽ എൻ്റർ ചെയ്യാൻ പറ്റില്ല, ആ എൻ്റർ ചെയ്യാൻ നമ്മുടെ സ്ട്രാറ്റജി, നമ്മുടെ വാല്യൂ സിസ്റ്റം അനുവദിക്കുന്നില്ല. ഇതൊക്കെ ഒരു ഫാമിലിയുടെ ഇൻട്രസ്റ്റാണ്. ഐ എം ടോക്കിംഗ് അബൌട്ട് ദ ഫാമിലീസ് ഇൻട്രസ്റ്റ്, പേഴ്സണൽ ഇൻട്രസ്റ്റ് അല്ല. പേഴ്സണൽ ഇൻട്രസ്റ്റ് അതിൻ്റെ അകത്ത് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അത് ഒരിക്കലും അതിൻ്റെ അകത്തൊരു റിലവൻസ് ഇല്ല, അല്ലെങ്കിൽ അതിൻ്റെ അകത്തൊരു സ്ഥാനമില്ല. ഫാമിലിയുടെ കാര്യങ്ങൾ അത് നോക്കുകയും, പക്ഷേ ബിസിനസ് ഡിസിഷൻസ്, എസ്പെഷ്യലി ആൾക്കാരെ ഹയർ ചെയ്യുന്നത്, ആൾക്കാരെ പോസ്റ്റ് ചെയ്യുന്നത്, ഓരോരോ എൻഗേജ്മെൻറ്റിൽ ചെയ്യുന്നത്, ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നത്, അത് ഫാമിലിയുടെ താല്പര്യം എന്ന് പറഞ്ഞാൽ അത് ബിസിനസ്സിനെ ഡൈല്യൂട്ട് ചെയ്യരുത്. അപ്പോൾ എൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇത് ബാലൻസ് ചെയ്തേ പോകാൻ പറ്റുള്ളൂ. ബട്ട് ഇതിൻ്റെ അകത്ത് പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കേണ്ടത് ബിസിനസ്സാണ്. ബിസിനസ്സിനെ ഹാനിക്കുന്ന ഒരു കാര്യവും ഫാമിലിയുടെ ഇൻട്രസ്റ്റ് ചെയ്യരുത്. ഇതിൻ്റെ അകത്ത് പിന്നെ ചില കാര്യങ്ങൾ നമുക്ക് പ്രാക്ടിക്കൽ ഇഷ്യൂസ് വരാം. പക്ഷേ അതൊക്കെ സോർട്ട് ചെയ്യുമ്പോൾ കേസ് ടു കേസ് എടുത്തിട്ട് സോർട്ട് ചെയ്യണം. ജനറലായിട്ട് സോർട്ട് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ഇഷ്യൂസ് നമ്മളിപ്പോൾ റൂളും മറ്റേ ഇതൊക്കെ പ്രൊസീജിയർ നമുക്ക് പറയാൻ എളുപ്പമാണ്. പക്ഷേ പ്രാക്ടിക്കലായിട്ട് ഓരോരോ ഇഷ്യൂസ് വരുമ്പോൾ ദാറ്റ് മസ്റ്റ് ബി അഡ്രസ്ഡ് ഇൻഡിവിജ്വലി, കീപ്പിംഗ് എ പോളിസി ഇൻ മൈൻഡ്. ഒരു ഫ്രെയിം വർക്ക് വെച്ചിട്ട് അതിന് കുറച്ച് വില കൊടുക്കേണ്ടി വന്നാലും യു ഹാവ് ടു വെയിറ്റ്. അത് മുകളിലിരിക്കുന്ന ആൾക്കാർ, പ്രൊഫഷണൽസ് എല്ലാവരും പറഞ്ഞ്, അതാണ് ഔട്ട്സൈഡ് പ്രൊഫഷണൽസിൻ്റെ ഒരു ഇൻവോൾവ് ചെയ്താലുള്ള ഗുണം അതാണ്. അവർക്ക് ഈ ഏത് ലെവലിൽ ഫാമിലിയോട് അവർക്ക് സംസാരിക്കാൻ പറ്റും. മറ്റേത് ഗുണം എന്ന് വെച്ചാൽ ഈ സീനിയോറിറ്റി അനുസരിച്ച് മുകളിലെ ആളോട് താഴ്ത്തയാൾക്ക് സംസാരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഫാദറിൻ്റെ ചേട്ടനോട് അനിയൻ്റെ മകന് സംസാരിക്കാൻ പറ്റില്ല. അങ്ങനെ കുറേ തീർച്ചയായിട്ടും അത് അതിൻ്റെ ഫാമിലിയിലുള്ളതാണ്, ആ സീനിയോറിറ്റിയും ആ വിലയും ഇതൊക്കെ വെച്ചിട്ട്. പക്ഷേ പ്രൊഫഷണൽ എൻഗേജ് ചെയ്ത ഗുണം അവർക്ക് ഏത് ലെവലിലും സംസാരിക്കും. കാരണം അവരുടെ ജോലിയാണ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഇൻട്രസ്റ്റിൽ ഇങ്ങനൊരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഓൾവേസ് ബെറ്റർ ടു ഇൻവോൾവ് റൈറ്റ് പ്രൊഫഷണൽസ്. ഐ എം ടോക്കിംഗ് അബൌട്ട് റൈറ്റ് പ്രൊഫഷണൽസ്. അതിൻ്റെ അത് വേറൊരു ഇൻട്രസ്റ്റ് ഉള്ളൊരു പ്രൊഫഷണൽ ആയിരിക്കരുത്, ആരുടെ ഇൻട്രസ്റ്റ് നോക്കണ പ്രൊഫഷണൽ ആയിരിക്കരുത്. ബിസിനസ് ഫാമിലിയുടെ ബാലൻസിങ് നോക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ആളോ ഗ്രൂപ്പോ വന്നു കഴിഞ്ഞാൽ ഈ ഇഷ്യൂ അതും സോർട്ട് ചെയ്യാൻ പറ്റും. ഫ്യൂച്ചറിലേക്ക് നമ്മളിപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടായി സോർട്ട് ചെയ്യുമ്പോൾ അപ്പം മാത്രമല്ല സോർട്ട് ചെയ്യണ്ടേ, ആ ഇഷ്യൂ വീണ്ടും ഉണ്ടാവാണ്ടിരിക്കാനുള്ള ഒരു വഴി കൂടെ കാണണ്ടേ, അതൊരു സൊല്യൂഷനോടെ കാണും. ഇത് വളരെ ക്രൂഷ്യലാണ് ഈ ബന്ധം. മനസ്സിലായല്ലേ? അതാണ് എൻ്റെ ഒരു വ്യൂ.